ചരിത്രം പഠിക്കുന്നവരും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന ബോധ്യം നമ്മളിൽ ഓരോരുത്തരിലും രൂപപ്പെടും. മുഹയ്യദ്ദീൻ മാല പാടുമ്പോൾ, റിഫാഈ മാല പാടുമ്പോൾ ഒരു സുന്നിയായ ആൾക്ക് ആത്മീയത വർദ്ധിക്കുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് വഹാബികൾ ഇത്ര കിബ്രന്മാരായി പോയത്. എനിക്കത് ചരിത്രം ഞാനും ഒരേപോലെ അല്ലേ, എന്തിനോ വായിക്കട്ടെ. അതാണ് അവർക്ക് കിബ്ർ വരാനുള്ള കാരണം. സത്യം അംഗീകരിക്കാതിരിക്കാൻ പ്രധാന കാരണം അവരെ മനസ്സിൽ കിബ്റുണ്ട് എന്നുള്ളത്. കിബ്റുണ്ടെങ്കിൽ ഒരു കാലത്തും സത്യം അംഗീകരിക്കില്ല. ഇബ്ലീസിന്റെ പ്രശ്നം ശരിക്കും അതായിരുന്നു, കിബ്ർ. 80,000 കൊല്ലം ഇബാദത്ത് ചെയ്തു എന്നല്ലേ ഒരു റിപ്പോർട്ടിലുള്ളത്. 80,000 കൊല്ലം ഇബാദത്ത് ചെയ്തു. പക്ഷെ കിബ്ർ എന്ന രോഗം അയാളെ തളർത്തിക്കളഞ്ഞു. തെറ്റ് തിരുത്താൻ, തെറ്റ് ആരെങ്കിലും പറഞ്ഞു തന്നാൽ തിരുത്താൻ നമുക്ക് അംഗീകരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് കിബ്റിന്റെ ഒരാളാണ്. ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ കാണാം, അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ട് ആഖിബത്ത് ചീത്തയാവാനുള്ള എല്ലാ സാധ്യതയും കിബ്ർ എന്ന രോഗത്തിൽ കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു രോഗം